അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഇറച്ചിച്ചോറാണ്. അപ്പോൾ ഇറച്ചിച്ചോറ് എന്ന് പറയുമ്പോൾ പലർക്കും അറിയായിരിക്കും. അപ്പോൾ അത് അറിയാത്തവരും കുറച്ചുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിന്ന് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഇറച്ചിച്ചോറ് രണ്ട് വിധത്തിൽ നമുക്ക് ചെയ്യാം. നമ്മൾ സാധാരണ ചോറ് വെക്കണ അരി ഉണ്ടല്ലോ, പുഴുങ്ങലരി, അത് വെച്ചിട്ടും ചെയ്യാം. അതുപോലെ തന്നെ ബിരിയാണി അരിയിലും ചെയ്യാം. അപ്പോൾ ഞാനിന്ന് മലബാർ സ്റ്റൈലിലുള്ള ഒരു ഇറച്ചിച്ചോറാണ് ചെയ്യണത്. അത് ബിരിയാണി അരിയിലാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഇറച്ചി എന്ന് പറയുമ്പോൾ എപ്പോഴും ബീഫിലാണ് ഈ ഒരു ഇറച്ചിച്ചോറ് ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ ചിലരത് ചിക്കനിലും ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഒരു ഇറച്ചിച്ചോറ് എന്ന് പറയുമ്പോൾ അത് ബീഫിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. എങ്കിൽ ആ ഒരു ചോറിൻ്റെയൊക്കെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫാണ്. അതൊരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മൾ ബിരിയാണിക്ക് മുറിച്ചെടുക്കൂലേ, അതിനേക്കാൾ ഒരു ഇത്തിരി ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള വേണം, പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതാണ്, പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വഴറ്റി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് പച്ചക്കന്നെ ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ബീഫിലേക്ക്. ഇനി ഈ ഒരു ബീഫ് പെട്ടെന്ന് തന്നെ വേവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഗരം മസാല വേണം 1 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ തന്നെ വലിയ ജീരകം പൊടിച്ചെടുത്തതും കൂടെ ഈ ഒരു ബീഫിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത ആ ഒരു സവാളയും തക്കാളിയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും നമ്മുടെ മസാലയുടെ മിക്സും ബീഫും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇത് വേവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ബീഫിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും, അപ്പോൾ 1 കപ്പ് വെള്ളം തന്നെ മതിയാകും. ഇനി ഇത് കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതാട്ടോ നമ്മുടെ ബീഫ് നന്നായിട്ട് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലുള്ള ആ ഒരു കഷ്ണങ്ങളെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ബീഫ് വേവിച്ച വെള്ളം, അത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് റൈസ് വേവിക്കാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം മാറ്റി വെക്കുന്നത്. അപ്പോൾ മാറ്റി വെക്കുമ്പോൾ ഇത് എത്ര അളവുണ്ടെന്നും കൂടെ നോക്കണം കേട്ടോ. കാരണം നമ്മൾ ഇപ്പോൾ ഒരു 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതിലേക്കൊരു 7 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഇത് ചേർത്തിട്ടാണ് നമ്മൾ 7 കപ്പ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഇറച്ചിയെല്ലാം മാറ്റി കൊടുത്തിട്ട് നമുക്ക് ബാക്കി എത്ര വെള്ളം ഉണ്ടെന്നുള്ളത് ആദ്യം അളന്ന് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് റൈസ് വേവിക്കാനായിട്ട് വെക്കാൻ. അപ്പോൾ ഞാനത് അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചോറുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയെടുത്തു. അതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് നെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സാധാരണ കുക്കിംഗ് ഓയിലാണ് എടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ, അതുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൽ മാത്രം ചെയ്യണമെന്ന് വെച്ചാൽ അത് മാത്രം എടുക്കാം കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്തിരി കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂട്ടണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത്തിരി നെയ്യും കൂടെ കൂട്ടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആ ഒരു നെയ്യും എണ്ണയും എല്ലാം കൂടെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മസാല, പൊടിക്കാത്ത മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണം പട്ട വേണം, പിന്നെ ഒരു 8-10 ഏലക്കായ, അതുപോലെ തന്നെ ഒരു 8-10 ഗ്രാമ്പു, പിന്നെ കുറച്ച് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണ് കേട്ടോ, മുഴുവനായിട്ടുള്ള കുരുമുളക്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പൊട്ടി വരുമല്ലോ, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പൊട്ടി വരും, നല്ലൊരു മണം വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാളയും നീളത്തിലരിഞ്ഞ സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഒരു ചെറിയ ബ്രൗൺ കളറായി വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 കപ്പോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചുള്ള ബീഫ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു ഏകദേശം ഒരു 5 മിനിറ്റോളം ആ ഒരു സവാളയുടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അരി വേവിക്കാനുള്ള വെള്ളം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടില്ല, ഒരു ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഏകദേശം 2 കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ ഒരു ബീഫിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
കൂടെ തന്നെ ഞാനൊരു 5 കപ്പ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫിലേക്കുള്ള ഉപ്പ് ബീഫ് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ചോറിലേക്കുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 കപ്പ് അരിയാണ് കേട്ടോ. 4 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത്രയും മതിയാവും. 7 കപ്പ് വെള്ളം മതിയാവും. അപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് നമുക്ക് കിട്ടും കേട്ടോ. ഒട്ടും വെള്ളമൊന്നും കുറയൂല. 7 കപ്പ് വെള്ളം നല്ല കറക്റ്റായിരിക്കും. അപ്പോൾ ഞാനിവിടെ അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ തിളക്കണം. ആ ഒരു അരി ഇട്ടിട്ടും നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു വെള്ളമൊക്കെ വറ്റിയ ആ ഒരു സമയത്ത് ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടോ. പിന്നെ വെള്ളം വറ്റി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. മൂടി വെച്ചതിന് ശേഷമാണ് ഞാനിതാ വീണ്ടും ഇപ്പോൾ ഇളക്കി കൊടുക്കുകയാണ്. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചോറ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു നമ്മൾ എടുത്ത വെള്ളം ഉണ്ടല്ലോ അത് കറക്റ്റാണ്. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 1 കപ്പ് ഇങ്ങോട്ട് കുറക്കുക. അപ്പോൾ കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചോറാണിത്. പിന്നെ അധികം വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബീഫിലേക്ക് പച്ചക്കാണല്ലോ നമ്മൾ ആ ഒരു എന്താ പറയുക തക്കാളിയും അതുപോലെ തന്നെ സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.